നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. മഴ കുറഞ്ഞതോടുകൂടി അന്തരീക്ഷത്തിൽ ചൂട് കൂടി വരികയാണ്. കഴിഞ്ഞ 100 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ചൂടാണ് 2016 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചൂട് കൂടുന്നതോടുകൂടി പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഇത് തരണം ചെയ്യുന്നത്? ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളോട് വിശദീകരിക്കുന്നു കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ MDയും ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ടു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ചൂട് കൂടുന്നതുകൊണ്ട് ശരീരത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ചൂട് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ചൂട് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് മെറ്റബോളിസം കണ്ട് കെമിക്കൽ റിയാക്ഷൻ, ഏത് കെമിക്കൽ റിയാക്ഷനും ടെമ്പറേച്ചർ കൂടുതലുണ്ടാകും. പിന്നെ പലപ്പോഴും നമ്മളൊക്കെ വളരെ കുറച്ചേ അധ്വാനിക്കുന്നുള്ളൂ. പക്ഷേ അധ്വാനിക്കുന്ന സമയത്ത് മസിൽ ആക്ഷൻ കൊണ്ട് കുറേ ചൂടുണ്ടാക്കുന്നുണ്ട്. അത് സാധാരണഗതിക്ക് നമ്മളെ ടെമ്പറേച്ചർ ഒരു 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ഐഡിയൽ ടെമ്പറേച്ചർ. അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് ഹാസ് ഗിവൺ വണ്ടർഫുൾ മെക്കാനിസംസ്. വെച്ചാൽ അത് കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ ബ്രെയിനിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിൽ സെൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പല സാധനത്തിലുള്ള മാതിരി റെഗുലേറ്ററി സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ നമ്മളത് കൂടുകയാണെങ്കിൽ അത് ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ ശരീരത്തിൻ്റെ പുറത്ത് തൊലിയിൽ രക്തക്കുഴലൊക്കെ ഒന്ന് വികസിക്കും. പിന്നെ വേർപ്പിനുണ്ടാക്കിയിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യിക്കും. ബോഡി 4 മെക്കാനിസം കൊണ്ടാണ് ബോഡിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യിക്കുന്നത്, അത് ഇതിനെ കളയുന്നത്. ഒന്ന് ഇവാപ്പറേഷൻ കൊണ്ട്. പിന്നെ ഏത് ടെമ്പറേച്ചറും റേഡിയേഷൻ, കൺവെക്ഷൻ ഇങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറില്ല. അങ്ങനെ തന്നെയാണ് ഇതും കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒരു ലെവലിലധികം ടെമ്പറേച്ചർ നമ്മൾ ആംബിയൻ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലോ നമ്മൾ എക്സേർട്ട് ചെയ്തിട്ട് കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ സാധാരണയുള്ള ടെമ്പറേച്ചർ റെഗുലേറ്ററി മെക്കാനിസം ചില നമ്മളുടെ അസുഖങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പം ഈ ചില മരുന്നുകൾ കഴിച്ച് ആൻറ്റികോളിനർജിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഇൻഇഫക്റ്റീവ് ആവും. ആ സ്വെറ്റിംഗ് മെക്കാനിസം നടക്കില്ല. അപ്പോൾ ടെമ്പറേച്ചർ ഡേഞ്ചറസ്ലി ഹൈ ലെവലിലേക്ക് അങ്ങ് കൂടും. ഇതാണ് ടെമ്പറേച്ചർ കൂടിയാൽ ഉണ്ടാവുന്ന ആദ്യത്തെ വിഷമങ്ങൾ. എങ്ങനെയുള്ളവരിലാണ് ഈ കൂടുതൽ റിസ്ക്, ചൂട് കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളിലെ റിസ്ക് കൂടുതൽ ആർക്കൊക്കെയാണ്? ഇത് ഏറ്റവും അധികം ഉണ്ടാവുന്ന കൂലിവേല എടുക്കുന്ന റോഡിൽ അല്ലെങ്കിൽ പുറത്ത് ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ റൂഫൊക്കെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനില്ലാതെ ഹീറ്റ് അവിടെ തന്നെ റിട്ടേൺ ചെയ്യുന്ന മാതിരിയുള്ള കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ വെൻറ്റിലേഷൻ ഇല്ലാത്ത ഇതിലോ, അല്ലെങ്കിൽ ഇപ്പോൾ എയർ കണ്ടീഷനൊക്കെ വെച്ചാൽ ഓബ്വിയസ്ലി അത് ടെമ്പറേച്ചർ വിൽ ബി കൺട്രോൾ ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ടോളറബിൾ. ഇതൊന്നും ഇല്ലാത്തൊരു എൻവയൺമെൻറ്റിൽ പ്രത്യേകിച്ച് ഒരു രാവിലെ 10 മണി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 4 മണി വരെ ഉള്ള സമയത്ത് സൂര്യൻ ഏകദേശം നേരത്തന്നെ നിൽക്കുന്ന അവസരത്തിലാണ് ഏറ്റവും അധികം ഉണ്ടാവുക. സൂര്യാഘാതം ഏറ്റിട്ട് അങ്ങനെ സ്കിന്നിന് പരിക്കുകളൊക്കെ പറ്റുന്നവരുണ്ട്, പല ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അല്ല, ഇത് ഗ്രാജുവലാണ്. നമ്മളുടെ ഇപ്പോൾ മൈൽഡൊക്കെ ആയിട്ടുള്ളത് അത്ര ഡേഞ്ചറസ് അല്ല. ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തൊരു എൻവയൺമെൻറ്റിലേക്ക് മൂവ് ചെയ്യുക, ആവശ്യത്തിന് അത്ര വെള്ളം കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അങ്ങ് കുറഞ്ഞു പോകുന്നതും. പിന്നെ തുടക്കത്തിൽ ഉണ്ടാകുന്നതെന്നൊക്കെയാണെന്ന് വെച്ചാൽ സ്കിന്നിനൊക്കെ ഒരു എഡീമ വരുന്നത്, അത് ഹീറ്റ് എഡീമ എന്ന് പറയും.
പിന്നെ രണ്ടാമത് പ്രിക്ലി ഹീറ്റ് നെർമിലി ഏരിയ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഏറ്റവും അധികം കവർ ചെയ്ത് സ്വെറ്റ് ചെയ്യുന്ന മെക്കാനിസം ഇൻ്റർഫിയർ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സുള്ളതോ കവർ ചെയ്യുന്ന ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടി അധികം ഉണ്ടാക്കുക. ഇപ്പോൾ ഹീറ്റിൻ്റെ ഇഞ്ചുറി കൊക്കേഷൻസിന് നല്ല വെള്ളക്കാരെന്ന് പറയുന്ന സ്കിന്നുള്ളവർക്കാണ് ഇത് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഹീറ്റ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വെച്ചാൽ ആ സ്കിന്നിന് പീൽ ചെയ്ത് പോകും. നമ്മൾ കണ്ടു കാണിച്ചാൽ മുറിയാവുന്ന തരത്തിലുള്ള ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഇതൊരു മെക്കാനിസം ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ സോ വി ലൂസ് വാട്ടർ അലോങ് വിത്ത് ദാറ്റ് സോൾട്ട് ഓൾസോ. ഇത് രണ്ടും ആവശ്യത്തിന് മാത്രം റീപ്ലെനിഷ് ചെയ്യുന്നില്ലെങ്കിൽ, ആവശ്യത്തിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിൽ ഇലക്ട്രോലൈറ്റ്സ് ഇല്ലാതെ ആണ് വെള്ളം കുറേ കഴിക്കുന്നെങ്കിൽ ഇതിലൊക്കെ ചില മാറ്റങ്ങൾ ശരീരത്തിൽ വരും. ഒന്ന്, നമ്മളാകെ ടയേർഡാവും. ഹീറ്റ് സിങ്കോപ്പി എന്നൊക്കെ പറയും. കുറേ നേരം വെയിലിൽ കൊണ്ട് കാണിച്ചാൽ ചിലർ തളർന്ന് വീഴുന്നത് ഇങ്ങനെയുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതല്ലാതെ വേറെ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ ശ്വാസം കുറച്ചും കൂടി കൂടുതൽ അയക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാക്കിയിട്ട് ടെറ്റനി എന്നൊക്കെ കൈയൊക്കെ കോഴി പോകുന്ന മാതിരിയോ അല്ലെങ്കിൽ കാലിനൊക്കെ ക്രാംസ് വരുന്ന മാതിരി മസിലൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ട് വേദനയുള്ള തരത്തിലുള്ള ഈ സ്റ്റേജിൽ നമ്മൾ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ടയേർഡായിരിക്കും. ശരീരത്തിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും, വളരെ കുറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ കൺസിഡറബിൾ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് തലവേദന ഉണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പം അതിനോട് കൂടി ഒരു കോൾഡൊക്കെ പിടിച്ച മാതിരിയുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഈ സമയത്ത് മിക്കവാറും ആൾക്കാർ ഡോക്ടർമാരെടുത്ത് എത്തിപ്പെടും. അപ്പോൾ അത് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ വലിയ വിഷമങ്ങളില്ലാതെ നമുക്കത് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഡോക്ടർമാർക്കും ഇപ്പോൾ ഇതിൽ മരുഭൂമിയുള്ള ഭാഗത്തൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത, മരുഭൂമിയിൽ തന്നെ ഏറ്റവും ടെമ്പറേച്ചർ ഉണ്ടാകുന്ന അവസരത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്താലേ അതിനെപ്പറ്റിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. നമ്മളിൽ പലരും, ഞാനിപ്പം ഇംഗ്ലണ്ടിലായിരുന്നെന്നോ അല്ലെങ്കിൽ നാട്ടിലായിരുന്നെന്നോ അതിനെപ്പറ്റി അധികം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ 16 കൊല്ലത്തോളം എല്ലാ ഹജ്ജിൻ്റെ ഡ്യൂട്ടിക്കും സൗദി അറേബ്യയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കൊല്ലങ്ങളിൽ ഹീറ്റ് ദ ഹയസ്റ്റ് ആയിരുന്നു, എത്രയോ മരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അപ്പോഴത്തേക്ക് കുറേ ആയിട്ട് ലിറ്ററേച്ചറൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഹീറ്റ് എക്സോഷൻ്റെ അവസരത്തിൽ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുക, നല്ലൊരു കോൾഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അല്ലെങ്കിൽ ഒരു റൂമിലേക്കോട്ട് മാറ്റാൻ പറ്റുക, AC വെക്കുക, ഫാൻ വെക്കുക, ഇതൊക്കെ ആയിക്കാണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം IV ഫ്ലൂയിഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് പേഷ്യൻ്റ് ഗെറ്റ്സ് ബെറ്റർ. ഇതല്ലാതെ നമുക്ക് സാധാരണ ആ സ്റ്റേജിലും പലപ്പോഴും ക്രൗഡ് കൊണ്ട് വണ്ടിയിൽ കൊണ്ടുവരികയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചില നല്ല സ്റ്റാമ്പീഡൊക്കെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളോളം ഇത് നമുക്ക് ആളെ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. ഓൾദോ വി നോ ദാറ്റ് ദിസ് ഈസ് ടു ബി ഡൺ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലോ അല്ലെങ്കിൽ അതിൽ പെട്ടുപോകുന്നവർ അല്ലെങ്കിൽ ബോധം കെട്ടിട്ട് തന്നെ അവിടെ വീണ് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് ഹീറ്റ് സ്ട്രോക്കിലേക്ക് വരുന്നത്. പിന്നെ ചില ഗ്രൂപ്പ് തന്നെ നേരത്തെ തന്നെ അസുഖങ്ങളുള്ളവർ, വയസ്സായിട്ടുള്ളവർ, അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഏജുള്ളവർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റികോളജിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സ്, ഡ്രഗ് അഡിക്ട്സ്, ഇതൊക്കെയുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടി വേഗം ഈ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവാം. ഇത് തുടക്കത്തിലാണെങ്കിൽ ഈസിയറാണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞ് കാണിച്ചാൽ ബൈ ദാറ്റ് ടൈം ശരീരത്തിലുള്ള ഒരുവിധം ഓർഗൻസ് ഒക്കെ ഡാമേജ്ഡ് ആവും. ബ്രെയിൻ ഫങ്ഷൻ പോവും, നമുക്ക് ബോധം പോവാം, നമുക്ക് അപസ്മാരം ഉണ്ടാവാം, പിന്നെ BP ഒക്കെ വളരെ കുറയാം, ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഇറഗുലറാവാം, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാവാം, പിന്നെ ലങ് ഫങ്ഷൻ അത്ര എഫക്റ്റ് ചെയ്യാറില്ല. നമ്മളുടെ ഓക്കെ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബാബു എന്നാണ്. ഞാൻ തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം.
സാറേ എനിക്ക് ശരീരത്തൊക്കെ അല്പം ചൂട് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഈ വയറിനൊക്കെയാണ്, വയറ് ഭാഗത്താണ്. ചില സമയങ്ങളിൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു സാറേ. പലരും ഇങ്ങനെ കൈയൊക്കെ പിടിക്കുമ്പോഴാണ് പറയുന്നത് എന്റെ ശരീരത്തിന് ചില ചൂട് കൂടുതലാണല്ലോ. ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ ഈ വയറിന്റെ ഭാഗത്തൊക്കെ ഈ ചൂട് കൂടി വരുന്ന സമയങ്ങളിൽ എനിക്ക് ചെറുതായിട്ട് ചൊറിച്ചിലുണ്ടാവും പിറ്റേ ദിവസം. അപ്പൊ അത് ഞാൻ പ്രത്യേകിച്ച് ഇതുവരെ മരുന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അങ്ങനെ ചൂട് കൂടുതലായിട്ട് തോന്നുന്നു സാറേ. അല്ല, ചില കണ്ടീഷനിൽ ചൂട് കൂടുതലില്ല, അത് ശരീരത്തിലാകെ കൂടിയാണ്. തൈറോയിഡ് അധികം ഫങ്ഷൻ ചെയ്യുക, ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പറയും. ഇപ്പോൾ കാലിനൊരു പഴുപ്പുണ്ടായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അടിയിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടെന്നൊക്കെ, ആ ഭാഗമൊക്കെ നമ്മൾ തൊടുകയാണെങ്കിൽ അവിടെ ചൂടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വയറ്റിന് മാത്രമേ അസുഖം വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല, അത് അസസ് ചെയ്താലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. വിളിച്ചിരുന്നു, നന്ദി. ഡോക്ടർ ഈ അസുഖങ്ങളെ ചികിത്സിക്കാനുള്ള ഫെസിലിറ്റീസിനെ കുറിച്ച് വിശദീകരിക്കുമായിരുന്നു. എന്തൊക്കെയാണ് ഒരു ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ളത്? സാധാരണ ഇപ്പോൾ നമ്മളൊക്കെ ആശുപത്രിയിലുണ്ടാവും, ക്രിട്ടിക്കൽ കെയർ ഏരിയ ഉള്ള ആശുപത്രിയായിരിക്കണം. അതിപ്പോൾ ചെറിയ ആശുപത്രിയാണെങ്കിൽ ഉണ്ടാവില്ല, അവിടെ അതിന് വേണ്ട ഡോക്ടർമാർ, ക്രിട്ടിക്കൽ കെയർ ട്രെയിൻ കിട്ടിയിട്ടുള്ള ഡോക്ടർമാരും നഴ്സുമാരും വേണം. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ പലപ്പോഴും ബോധം പോകുന്നതുകൊണ്ടും പിന്നെ ചിലപ്പോൾ ഛർദിയൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുള്ളതുകൊണ്ട് ഇൻറ്റ്യൂബേഷൻ വേണ്ടി വരും. 1-2 നല്ല സെൻട്രൽ ലൈന് വേണ്ടി വരും. ഇത് വെയിനൊക്കെ കൊലാപ്സ്ഡ് ആയിട്ടുണ്ടാവും ശരീരത്തിന് വെള്ളമില്ലാത്തതുകൊണ്ട്. ആ സൗകര്യം ഉള്ള ആശുപത്രിയായിരിക്കണം. ഇതിലും പ്രധാനമായിട്ടുള്ളത് ഇങ്ങനത്തെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇഫക്റ്റീവായിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാൻ മേലെ, എന്നിട്ട് ഫാന് അപ്പുറം വെച്ചിട്ട് ഫാന് കറക്കിയിട്ട് അത് ഇവാപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ശരീരത്തിലുള്ള വെള്ളം നമ്മൾ കുറയ്ക്കുന്നത്. ഇതിൽ സാധാരണ ഇത് സ്ഥിരമായിട്ടുണ്ടാകുന്ന കൺട്രിയിലൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൗദി അറേബ്യ, അവിടെ കൂളിംഗ് മെഷീൻ തന്നിട്ടുള്ളത്. അത് ICUവിൽ സാധാരണ ബെഡുമായിട്ട് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഈ സ്പ്രേ ആയിട്ട് വളരെ നേരം ഇതിൽ ജെറ്റ് ഇഫക്റ്റിൽ എല്ലാ സ്ഥലത്തും ഇത് കൊടുക്കും. അതിൽ തന്നെ റക്റ്റൽ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബും ഉണ്ടാവും, പിന്നെ മോണിറ്റർ ഉണ്ട്. നമ്മളെ ഹാർട്ട് എങ്ങനെയുണ്ട്, ഓക്സിജനേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതൊക്കെ ക്രിട്ടിക്കൽ കെയറിൽ സാധാരണ കാണുന്ന മാതിരി തന്നെ നമ്മൾ IV ലൈൻ ഇട്ടിട്ടുണ്ടാവും, ഇൻറ്റുബേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിന് കുറച്ചും കൂടി ഇങ്ങനത്തത് പ്രത്യേകിച്ച് ഡീൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സ്ഥലത്തും നമ്മളിവിടെ ആ കേസസ് ധാരാളം. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിനുള്ള എല്ലാ ആശുപത്രിയിലും ഇപ്പോൾ ഒരുവിധം സൗകര്യം, അല്ലെങ്കിൽ ഇൻഫെക്ഷനാണ്, ബാക്കിയുള്ള ട്രോമ, ഇതിനൊക്കെ ഈ ഹീറ്റ് റിലേറ്റഡ് ഇഞ്ചുറീസ് നമ്മളിവിടെ ഹീറ്റ് കൊണ്ടുള്ള ഇഞ്ചുറി വളരെ കുറച്ചേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈവൻ നമ്മളൊക്കെ പഠിച്ച കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് അടക്കം തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കേണ്ടി വന്നിട്ടില്ല. ഇനി ഇതേമാതിരിയുള്ള കേസസ് ധാരാളം വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കുറച്ചെന്നെങ്കിലും പേഷ്യൻസിന് തയ്യാറാക്കി നമ്മൾ ഒരുക്കേണ്ടി വരും. ആ സൗകര്യമുള്ള സ്ഥലത്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇതിൽ വന്ന കോംപ്ലിക്കേഷൻ, ലിവറിലുള്ള ഡാമേജ്, അല്ലെങ്കിൽ കിഡ്നിയിലുള്ള ഡാമേജ്, അല്ലെങ്കിൽ ഹാർട്ടിലുള്ള ഡാമേജ്, അത് ചിലപ്പം ഇൻറ്റൻസിവിസ്റ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആവശ്യമായിട്ട് വന്ന് കാണിച്ചാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടാക്കലാണ് പ്രോപ്പറായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ചൂട് കൂടുന്നതിനെ കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ഈ ചൂട് പൊന്തൽ. ശരീരത്തിൽ ആകെ ഇങ്ങനെ ചെറിയ കുരുകുരു പോലെ പൊന്തുന്നു. ഇത് എങ്ങനെയാണ് തടയാൻ കഴിയുന്നത്? അതിന് ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, കഴിയുന്നത്ര സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒഴിവാക്കുക, പോറസ് ആയിട്ടുള്ള ഡ്രസ്സ്. ഇത് ഏറ്റവും നല്ലത് നമ്മൾ പണ്ടേ ശീലിച്ചിട്ടുണ്ടായിരുന്ന കോട്ടൺ ഡ്രസ്സസ്സാണ്. അതും പിന്നെ ഇതൊരിക്കലും ഉണ്ടാവാൻ തുടങ്ങിയാന്ന് വെച്ചാൽ ഹീറ്റിന് അത്ര എക്സ്പോസ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ ഇത് ചെയ്യാനല്ലോ. പിന്നെ പ്രീക്ലി ഹീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടാൽക്കം പൗഡറും അതൊക്കെ ഉപയോഗിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ.
അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലധികമാകുന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇതേപോലെ മറ്റൊരു രോഗമാണ് സ്കിന്നിൽ വരുന്ന റാഷസ്, ചുവന്ന തടുപ്പായിട്ട് ഒരു ഭാഗം മുഴുവൻ തടിച്ചു പോകുന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് ചികിത്സ? അതും തന്നെ ഇത് സാധാരണ അധികം വരുന്നത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ഇപ്പോൾ വെസ്റ്റേണേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെയുള്ള കാലത്ത് അവർ പെൺകുട്ടികളും ബാക്കിയുള്ളവരൊക്കെ നാട്ടിൽ വന്ന ഇത് ടൂറിന് പോകാമെന്നാണ് കാണിച്ചാൽ അവർ ഈ ബോഡി ടാൻഡ് ആയിട്ടുള്ളത് കാണിക്കാൻ തന്നെ ഒരു വലിയൊരു പൊങ്ങച്ചം കാണിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ബിക്കിനിയൊക്കെ ഇട്ട് ബീച്ചിൽ പോയി കിടന്ന് മുഴുവൻ എക്സ്പോസ് ചെയ്ത് അങ്ങനെ ശരീരം എക്സ്പോസ് ചെയ്ത ഭാഗങ്ങളിലാണ് കുറച്ചും കൂടി ഇതേമാതിരിൻ്റെ സ്കാൽഡിങ് മാതിരിയുള്ള നമ്മളില്ലേ പൊള്ളിയാൽ പൊങ്ങുന്ന മാതിരി കൈ ശരിക്കും മുള്ള ആയിട്ടുണ്ടാവില്ല, സ്കിന്നൊക്കെ പീൽ ചെയ്ത് പോകും. അതിന് ട്രീറ്റ്മെൻറ്റ് അതിന് സ്കിന്നിന് ഇങ്ങനത്തെ ടെമ്പറേച്ചറിൽ ഇത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണല്ലോ നമ്മളെ ലക്ഷ്യം, ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് അവർ അത് വരുത്തുന്നതാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് എക്സ്പോസ് ചെയ്യാതിരിക്കലല്ലേ. എന്തെങ്കിലും മരുന്നോ അങ്ങനെ പ്രത്യേക മരുന്നൊക്കെ ഉണ്ട്, മരുന്ന് പ്രൊട്ടക്റ്റീവ് ക്രീമൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ അത് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും ഡെർമറ്റോളജിസ്റ്റിനെ, ഞാൻ അതിൽ ട്രെയിൻഡ് അല്ല, പ്രത്യേകിച്ചായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാം. ചൂട് കൂടുന്നതുകൊണ്ട് അല്ല, ചൂട് കാലത്ത് ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ പോക്സ്, ഹെർപ്പിസ്, അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. കുറച്ച് അത് ചില സീസണലായിട്ടാണ് ചില അസുഖങ്ങളൊക്കെ. ഇപ്പോൾ പിന്നെ ചിക്കൻ പോക്സ് കുറച്ചും കൂടി കാണാറ്, വൈറസൊക്കെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ചും കൂടി സാധ്യത ഉള്ളതുകൊണ്ട് അതാണ് ആ സമയത്ത് കുറച്ചും കൂടി വരുന്നത്. പിന്നെ നമ്മൾ ഈ സാൽമനല്ല എന്നൊക്കെ പറഞ്ഞ ഫുഡ് പോയ്സണിങ് ഒക്കെ കുറച്ചും കൂടി വരുന്നത് നമ്മൾ ഒരു സാധനം കേടുവരാതിരിക്കാൻ, ഭക്ഷണം കേടുവരാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കല്ലേ. ആംബിയൻ ടെമ്പറേച്ചർ കുറച്ചും കൂടി ആകുമ്പോൾ ഈ തരം അണുക്കൾ കുറച്ചും കൂടി വരും, പ്രത്യേകിച്ച് മുട്ടയിലൊക്കെ. ഇത് സാൽമനൽ ഫുഡ് പോയ്സണിങ് സ്കൂളിൻ്റെ അടുത്തുള്ള പിന്നെ സാൻഡ്വിച്ച് ഷോപ്പിലൊക്കെ കൂടിയൊക്കെ ഫുഡ് പോയ്സണിങ് ഒക്കെ വരും. അതിന് ഹൈജീന്, സേഫ് വാട്ടർ ഡ്രിങ്കിങ്, വാട്ടർ കൂടിയാണ് കുറേ അധികം വരുന്നത്. പിന്നെ അത് സാൻഡ്വിച്ച് ഈ ഇതുണ്ടല്ലോ തട്ടുകട മാതിരിയുള്ളതൊക്കെ കഴിയുന്നിടത്തോളം അവോയ്ഡ് ചെയ്യുക, അത് പ്രിവെൻറ്റ് ചെയ്യാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ഓൾ ടുഗദർ. ഇപ്പോൾ ഇതിലേക്ക് അത് ഫുഡ് ഐറ്റംസൊക്കെ പ്രോപ്പറായിട്ട് ഹൈജീനിക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, ഈ അണുക്കൾ പകരാതിരിക്കാൻ. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാജേഷ് നാഗാലാൻഡിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, ഗുഡ് മോർണിംഗ് സാർ. നമസ്കാരം. സാർ, എന്റെ മിസ്സിസിനെ കുറിച്ച് കാര്യം ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് സാറേ. ഓക്കെ സാറേ, മിസ്സിസിന് പ്രസവ സമയത്ത് ശരീരത്തെല്ലാം ഭയങ്കര ചൂട് കൂടി വരുന്നത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ പ്രസവം കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞിട്ടും ശരീരത്തിൽ ചൂട് സമയത്ത് ചൂട് സഹിക്കാൻ ഒക്കത്തില്ല. ഇപ്പോഴും ശരീരത്തിൽ ചെറിയ ചെറിയ കറുപ്പായിട്ട് വരും, പിന്നെ വിയർപ്പ് കുറയായിട്ട് വലുതായിട്ട് വരും. എന്നിട്ട് മരുന്ന് കാണിച്ച് ഡോക്ടറെ കാണിച്ചുമ്പോൾ അതങ്ങ് പിന്നെ പറ്റി പോകുന്നുണ്ട്. അതെന്താണ് കാരണം? അല്ല, സാധാരണ ഗർഭത്തിൽ തൈറോയിഡ് അബ്നോർമാലിറ്റീസ് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രസവം കഴിഞ്ഞാൽ തന്നെ അങ്ങ് മാറാറുണ്ട്. ഇത് കഴിഞ്ഞിട്ടും അങ്ങനത്തെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ഡോക്ടറെ കാണിച്ച് ടെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് നോക്കേണ്ടതുണ്ട്. തൈറോയിഡ് 100 വരെ വന്നിട്ടുണ്ട്, ഇപ്പൊ കുറഞ്ഞു, പിന്നെ നോർമലായി. അല്ല, അതൊന്ന് പ്രോപ്പർ ഡോസിൽ അഡ്ജസ്റ്റ് ചെയ്യിക്കണം. ഇപ്പോൾ ഒരു ജനറൽ ഫിസിഷ്യനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ശരിയാകുന്നില്ല, പ്രോബബ്ലി എൻഡോക്രൈനോളജിസ്റ്റ് ആയിരിക്കും മോസ്റ്റ് യൂസ്ഫുൾ. അതൊന്ന് കാണിക്കുക. പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് വേറെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും കൊണ്ട് കാണിച്ചായിരുന്നു സാർ. അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ശരീരത്തിനകത്തും പിന്നെ കാലിലും എല്ലാം ഉണ്ട്. അല്ല, അത് മാത്രമേ ആയിരിക്കില്ല ഇങ്ങനെ തൈറോയിഡിൻ്റെ ശരീരത്തിൽ ആകെ കൂടിയാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. പക്ഷെ നല്ലൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചാൽ തൈറോയിഡിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനും, അത് കഴിഞ്ഞിട്ട് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ നോർമൽ തൈറോയിഡിൻ്റെ ലെവലിലുള്ള ഒരു ഈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നാൽ മിക്കവാറും നിങ്ങൾ പറയുന്ന അസുഖങ്ങൾ മാറാൻ സാധ്യത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ
പിന്നെ കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള ആരെങ്കിലും കൺസൾട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ചൂട് കൂടുന്നതിന് കൊണ്ടുണ്ടാകുന്ന ഈ അസുഖങ്ങൾ തടയാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ടിപ്സാണ് സാറിന് കൊടുക്കാനുള്ളത്? അപ്പോൾ ഒന്നാമത് അവർക്കുള്ളതെന്ന് വെച്ചാൽ എക്സ്ട്രീംസ് ഓഫ് ഹീറ്റ് അവോയ്ഡ് ചെയ്യുക. ജോലി ചെയ്യണം, നമുക്ക് എല്ലാവർക്കും ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ജോലി ചെയ്യുന്നത് സാധാരണ ഏർലി മോർണിംഗ് അവേഴ്സിൽ, ഇപ്പോൾ 10 മണിക്ക് തുടങ്ങുന്നതിന് പകരം 8 മണിക്ക് തുടങ്ങുന്നതിന് മുമ്പ് 6 മണിക്കോ 6:30 7 മണിക്കോ തുടങ്ങാം. എന്നിട്ടൊരു ബ്രേക്ക് 10 മണിക്ക് ശേഷം കൊടുത്തിട്ട് ഒരു 2 മണി 3 മണി വരെ പ്രാക്ടിക്കലാണോ എന്ന് എനിക്കറിയില്ല. ആ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് എക്സ്ട്രീംസ് ഓഫ് ഹീറ്റ് അവോയ്ഡ് ചെയ്യുക. ധാരാളം വെള്ളം കുടിക്കുക. വെറും വെള്ളം മാത്രമല്ല, കുറച്ച് സോൾട്ടും കൂടി ഉണ്ടായാൽ നന്ന്. അല്ലെങ്കിൽ കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൾ എന്നൊക്കെ പറയുന്ന ഇത് ഫ്ലൂയിഡ് കഴിക്കുക. പനി ഉണ്ടെങ്കിൽ, പനി മാതിരിയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വെയിലത്തേക്ക് പോകാതിരിക്കുക. ക്രാംസും ഹൈപ്പർ വെന്റിലേഷനും എക്സോഷനും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള അസുഖങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീരെ ചൂടിനെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ശരിക്കുള്ള സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം ചികിത്സിക്കാതെ അറിയുന്ന ആൾക്കാരുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക. പിന്നെ ഒരു പ്രധാനമായിട്ടുള്ളത്, നമ്മൾ സാധാരണ പനി ഉണ്ടായാൽ പാരസെറ്റമോൾ കഴിക്കും. ഇത് പാരസെറ്റമോൾ കഴിക്കാതിരിക്കുന്നതാണ് ഹീറ്റ് റിലേറ്റഡ് ഇഞ്ചുറിയിൽ ഏറ്റവും നല്ലത്. മറ്റുള്ള വഴിയിൽ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ ഡോക്ടർ, ഈ കണ്ടിന്യൂസ് ആയി AC ഇരിക്കുന്നവർ പെട്ടെന്ന് പുറത്തേക്ക് ചൂടിലേക്ക് ഇറങ്ങുമ്പോണ്ടാകുന്ന നമ്മുടെ ബോഡി വേഗം അക്ലിമറ്റൈസ് ചെയ്ത് ഏത് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയാൽ ദൂരത്തിലേക്ക് പോയാലും 2-3 ദിവസത്തേക്ക് മാത്രമേ അസുഖങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ബോഡി അഡ്ജസ്റ്റ്. അപ്പോൾ ഞങ്ങൾ മുസ്ലിംസ് ഫാസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ തന്നെ ആദ്യത്തെ 1-2 ദിവസത്തേക്ക് കുറച്ച് അസുഖങ്ങൾ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ യു ഗെറ്റ് യൂസ്ഡ് ടു. ഇപ്പോൾ കുറേ ദിവസം പെട്ടെന്നുള്ള എന്ത് ചേഞ്ചും ശരീരത്തിന് വിഷമം ഉണ്ടാക്കും. അത് ഗ്രാജുവലായിട്ടുള്ള എക്സ്പോസ് ചെയ്യുക. ഇപ്പോൾ ഒരാളെ ഇതിലേക്ക് സ്പേസിലേക്ക് പോയാൽ കംപ്രസ്ഡാണെങ്കിൽ അവരെ ഡീകണ്ടീഷൻ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്ന മാതിരിയുള്ള അതിന് സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഗ്രാജുവൽ ചേഞ്ച് ആണ്. പെട്ടെന്നുള്ള ചേഞ്ചസ് ബോഡിക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിഷമമുണ്ടാവും. ഇങ്ങനെ ചൂട് ഉള്ള കാലത്ത് അല്ലെങ്കിൽ ചൂട് ഇങ്ങനെ വ്യത്യാസം വരുമ്പോൾ എങ്ങനെയുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ധാരാളം ഫ്ലൂയിഡ് ഉണ്ടാവണം. ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. അല്ലാതെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ, കോൺട്രാ ഇൻഡിക്കേഷൻ ബ്ലഡ് പ്രഷർ മാതിരിയുള്ള സൂക്കടൊന്നുമില്ലെങ്കിൽ കുറച്ച് സോൾട്ടും ഇലക്ട്രോലൈറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഡോക്ടറിൻ്റെ സമയോടെ പൂർണ്ണമായി ഈ ചൂട് കൂടുന്ന കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധിയും വിശദീകരിച്ചു തന്നതിന് നന്ദി.